പക്ഷേ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവരാണ്, വിശ്വസ്തനാണ്. നമ്മുടെ അറിവിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ പ്രാഗൽഭ്യത്തിലല്ല, നമ്മുടെ ബൈബിൾ നോളജിലല്ല ദൈവരാജ്യം കെട്ടിപ്പടുക്കേണ്ടത്, നമ്മുടെ സമ്പത്തിലല്ല. നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും ഈ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കത്തില്ല, നിൽക്കാൻ സാധിക്കത്തില്ല. ഈ അന്ത്യകാലഘട്ടത്തിനകത്ത് നമുക്ക് ഭാരപ്പെടേണ്ടയും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മെക്കുറിച്ച് ദൈവം പറഞ്ഞ പ്രവചന ദൂതുകൾ ഉണ്ടെങ്കിൽ ഈ പ്രവചന ദൂതുകളെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് അതൊന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് മുന്നോട്ട് പോകാൻ നീ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് ഒരു കൊടുങ്കാറ്റിനും ഒരു പ്രകൃതി ക്ഷോഭങ്ങൾക്കും ഒന്നിനും എപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് സാഹചര്യത്തിനകത്ത് നീ കടന്നാലും അപ്പോൾ നീ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ആ സാഹചര്യത്തിന്റെ നടുവിൽ നീ പറയുക, എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞ ദൂതുകളുണ്ട്, എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞ പ്രവചനങ്ങളുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടാതെ എനിക്കൊന്നും സംഭവിക്കയില്ല. കാരണം എന്നോട് ദൈവമാ പറഞ്ഞത്. മനുഷ്യന്മാരാണ് പറഞ്ഞതെങ്കിൽ അത് മാറ്റം സംഭവിക്കാം. എന്നാൽ ആകാശവും ഭൂമിയും മാഞ്ഞു മറഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് അനവധി പ്രവാചകന്മാർ വന്ന് പറഞ്ഞ പ്രവചന ദൂതുകള് നീ കേട്ട സമയത്ത് നീ ശൂന്യനായ ഒന്നും കഴിവില്ലാത്ത ഏറ്റവും ചെറിയവനായ ഒരു വ്യക്തിയായിരുന്നിരിക്കാം. എന്നാൽ അന്ന് കർത്താവിന്റെ ദാസൻ നിന്നോട് പറഞ്ഞത് നിന്നെ ലോക രാജ്യങ്ങൾക്ക് അപ്പോസ്തലനാക്കി മാറ്റുമെന്നാണെങ്കിൽ നീ വിശ്വസിക്കുക. ഈ പ്രവചനത്തിന് ശക്തിയുണ്ട്, അത് പ്രവർത്തിക്കും. അത് നിന്നെ എത്തിക്കേണ്ട ഇടത്ത് എത്തിച്ചിട്ടല്ലാതെ മടങ്ങി വരത്തില്ല.